പുൽവാമ ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത്. ഇതോടെ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. ഫ്രാൻസും ഓസ്ട്രേലിയയും അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം അണിചേർന്നു കഴിഞ്ഞു. ഭീകരതയ്ക്കെതിരായ ലോകരാജ്യങ്ങൾ ശക്തമായ മുന്നറിയിപ്പാണ് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് ഇപ്പോൾ മുതൽ പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661588. പട്ടാമ്പിയിൽ നിന്ന് മണികണ്ഠൻ എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. മണികണ്ഠൻ, എന്താണ് അഭിപ്രായം? പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യയെ പാകിസ്ഥാൻ വിഭജിച്ചതിന് ശേഷം, പാകിസ്ഥാൻ രൂപം കൊണ്ടതിന് ശേഷം എന്നും ഇന്ത്യക്ക് തലവേദനയാണ് പാകിസ്ഥാൻ. കാരണം നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞ് അഹിംസാവാദം സിദ്ധാന്തത്തിൽ ഉറച്ച് ഭാരതം നിലനിൽക്കുമ്പോൾ ഇടത്തെ മുഖത്തടിച്ച വലത്തേത് കൂടി കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഇന്ത്യൻ സംസ്കാരം ഇനി ഈ പാകിസ്ഥാന്റെ മുന്നിൽ നടക്കില്ല. അടിക്ക് തിരിച്ചടി തന്നെ വേണമെന്നാണ് എന്റെ അഭിപ്രായം. അത് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ടൊന്നും പാകിസ്ഥാൻ പാഠം പഠിക്കില്ല എന്ന് മാത്രമല്ല, കരുത്തുറ്റൊരു നേതാവിന്റെ കീഴിൽ ഇപ്പോൾ ശക്തമായി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭാരതനാടിന്റെ മാനം കാക്കാൻ ഭാരത ജനങ്ങൾ ഒറ്റക്കെട്ടായി പാകിസ്ഥാനെതിരെ അണിനിരന്ന് പാകിസ്ഥാനിലേക്ക് മാർച്ച് എന്ന് പറയുമ്പോൾ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി മാർച്ച് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, നന്ദി മണികണ്ഠൻ പ്രതികരിച്ചതിന്. കോഴിക്കോട് നിന്ന് ബാലൻ എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. ബാലൻ, എന്താണ് തോന്നുന്നത്? അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു വരികയാണ്. ഇതോടുകൂടി പാകിസ്ഥാൻ അടങ്ങിയിരിക്കും എന്നൊരു അഭിപ്രായമുണ്ടോ താങ്കൾക്ക്? ഇല്ല, അടങ്ങിയൊന്നിരിക്കില്ല. അവരെന്തായാലും എന്തെങ്കിലും ചെയ്തിട്ടേ അവർ അടങ്ങും. അവർക്ക് അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധിയില്ല പാർട്ടിക്കാരാണ്. ജാതിക്കളും അങ്ങനെ തന്നെയാണ്. അവർക്ക് വൈരാഗ്യ ബുദ്ധി കുറച്ച് കൂടുതലാണ്. ഇപ്പം തന്നെ കാണില്ലേ, അമേരിക്കന്റെ ദേശീയ പതാകയിലാണ് അവർ പാദത്ത് ചവിട്ടുപടിക്കലും അത്രയും വൈരാഗ്യമുള്ള പാർട്ടികളാണ് അവർ ഇതൊന്നും അടങ്ങിയിരിക്കുന്നത്. അവരെന്തെങ്കിലും ഉപയോഗിക്കും. അതിന് ഇന്ത്യ എപ്പോഴും ഉറക്കും, നല്ല കാത്തിരിക്കണം. ഏത് സമയത്ത് എന്തും ചെയ്യാൻ മടിക്കാത്ത പാർട്ടികളാണ് അവർ അങ്ങനെ ഒരു സ്വഭാവമാണ് അവർക്ക്. അതാണ് അവരിങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് തന്നെ. എല്ലാ രാജ്യക്കാരും അവർ ഒറ്റപ്പെടുത്തുന്നത് എന്താ? അവരടുത്ത് ഇത്രയും ക്യാമ്പുണ്ടായിട്ട് ആരും ഒരു രാജ്യക്കാരും പാർട്ടി അവർ കേട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് കേൾക്കാത്ത? അവരെ വൈരാഗ്യം അങ്ങനത്തെ വൈരാഗ്യങ്ങളാണ്. ആ മതത്തിന്റെ വൈരാഗ്യം അങ്ങനെ തന്നെയാണ്. IS എന്ന് പറയുന്ന സാധനങ്ങൾ ചത്തെടുത്ത് എണീച്ച് വരുന്ന ടൈപ്പുകളാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നമ്മൾ നിൽക്കണം. അവർ എന്തും ഉപയോഗിക്കാനും ഏത് സമയത്തും ഇതിനെ ചെയ്യും. അതാണ് ചെയ്തിട്ട് അവർ നിൽക്കും. അങ്ങനത്തെ ടൈപ്പുകളാണ്. അതാണ് ഞാൻ പറയാനുള്ളത്. ശരി, നന്ദി ബാലൻ പ്രതികരിച്ചതിന്. ബാലരാമപുരത്ത് നിന്ന് ശിവദാസൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. ശിവദാസൻ, ലോക രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് പാകിസ്ഥാന് ലഭിച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശങ്ങളെല്ലാം പാകിസ്ഥാൻ അവഗണിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇതോടുകൂടി പാകിസ്ഥാൻ അടങ്ങിയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ടാകുമോ? എന്ത് തോന്നുന്നു? ഒരിക്കലും. അതായത് പാകിസ്ഥാൻ ഇപ്പൊ ലോകരാഷ്ട്രങ്ങൾക്ക് എല്ലാ രാജ്യങ്ങൾക്കും ഭീകരന്മാരെ ഒതുക്കാൻ വേണ്ടി കഴിയാതെ വന്നപ്പോൾ 22 മിനിറ്റ് കൊണ്ട് ഇത്തിരി ഭീകരന്മാരെ കൊന്നൊടുക്കിയ രാജ്യം ഇന്ത്യ തന്നെയാണ്. ആ ലോകരാഷ്ട്രങ്ങളും മൊത്തവും പാകിസ്ഥാൻ ജനതയും ഞാൻ ആഗ്രഹത്തോളം 80% അവർ ആഗ്രഹിക്കുന്നത് ഈ ഭീകരത അവസാനിക്കണമെന്നാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ 300 പിള്ളേരെ ഒരുമിച്ച് ചുട്ടുകൊന്നാണ് ഈ ഭീകരന്മാർ. ഈ ഭീകരന്മാരെ പേടിച്ചാണ് പാകിസ്ഥാൻ ഇന്നലെ വരെയും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ പറഞ്ഞ നാളെ പ്രധാനമന്ത്രിയാവൂ, അവരെ പറഞ്ഞ നാളെ മേൽത്തട്ടിൽ വരുള്ളൂ. അത് എല്ലാവർക്കും അറിയാം. പക്ഷേ 79 വർഷം കൊണ്ട് ഇന്ത്യ ചോദിച്ചുകൊണ്ടിരുന്ന ഈ ഭീകരന്മാരെ ഒറ്റപ്പെടുത്തി ഇനി പാകിസ്ഥാൻ ഒറ്റപ്പെടുത്തുന്നല്ല, ഈ പാകിസ്ഥാൻ ഇനി ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾ തന്നെ ഭീകരന്മാരെ തൂത്തെറിയാൻ കഴിവുണ്ടെന്നുള്ള തെളിയിച്ച ഒരു മിലിറ്ററി സൈന്യമാണ് ഇന്ത്യൻ മിലിറ്ററി സൈന്യം. ആ സൈന്യത്തിന് ചങ്കൂറ്റവും കരുത്തും കൊടുക്കുന്ന ഇന്ത്യന്റെ രാഷ്ട്രപിതാവ് കഴിഞ്ഞാൽ അടുത്ത പിതാവ് എന്ന് പറയുന്ന മോദിജിയുടെ കരങ്ങൾക്കുള്ള ശക്തിയും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിവുള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഈ അടി വരാൻ കാരണം. പിന്നെ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, പാകിസ്ഥാനികൾ എന്നും നമ്മളെ കാശ്മീരിലുള്ള ജനങ്ങളെ 5ഉം 10ഉം 8ഉം വയസ്സായ കൊച്ചുങ്ങളെ 500 രൂപയും കല്ലെടുത്ത് കൊടുക്കുന്ന അവിടെ അമ്മമാരാണ്. ആ എറിഞ്ഞ ചീമുട്ടി എറിഞ്ഞ് കല്ലെറിയും കൊണ്ട് കരഞ്ഞുകൊണ്ട് പോകുന്ന മിലിറ്ററി ഭടന്മാർ നമ്മൾ കണ്ടിട്ടുണ്ട്. തിരിച്ചടിക്കാൻ കഴിവത്തുണ്ടല്ല പാവപ്പെട്ട ജനങ്ങൾ മരിക്കാതിരിക്കാൻ വേണ്ടി. ശരി, നന്ദി ശിവദാസൻ പ്രതികരിച്ചതിന്. കൊട്ടാരക്കരയിൽ നിന്ന് രാഹുൽ എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നു. രാഹുൽ, ഈ ഒരു ഭീകരവാദത്തിന് ഒരു അറുതി വേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് പാകിസ്ഥാൻ അവഗണിക്കാൻ കഴിയുമോ? പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നാണോ അഭിപ്രായം? തീർച്ചയായും പാകിസ്ഥാന് പലതവണയായി നടത്തിവരുന്ന ഈ ഭീകരാക്രമണം അല്ലെങ്കിൽ ഈ സപ്പോർട്ട്, ടെററിസത്തിന് കൊടുക്കുന്ന സപ്പോർട്ട് തീർച്ചയായും ഒറ്റപ്പെടുത്തേണ്ടതാണ്. ലോകരാജ്യങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ് വളരെ നല്ല ഒരു സ്റ്റാൻഡാണ്.
പ്രത്യേകിച്ച് കഴിഞ്ഞ നാളിലുണ്ടായ പുൽവാമ അറ്റാക്ക് പോലെ ഇത്തരം അറ്റാക്കുകൾ ജെയ്ഷെ മുഹമ്മദിന് സഹായിക്കുന്നത് പാകിസ്ഥാനാണെന്ന് ആർക്കും അറിയാം. അപ്പോൾ ഇത്തരം തിരിച്ചടി നമ്മൾ നമ്മുടെ മിലിറ്ററി കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ്. നമ്മൾ മൗനം പാലിച്ചുകൊണ്ട് നിന്നതുകൊണ്ട് ഒന്നും സാധിക്കില്ല. എത്രത്തോളം നമ്മൾ സമാധാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നോ തിരിച്ച് ആ ഒരു സമാധാനം നമുക്ക് ലഭിക്കണമെന്നില്ലല്ലോ. ഇത്തരം നമ്മൾ നാളും അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ കാത്തിരുന്നത്. അപ്പോൾ ഇനി അടിക്കുമ്പോൾ തിരിച്ചടിക്കുക എന്ന ഒറ്റ സ്റ്റാൻഡ് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ 100 പേർ മരിക്കുമ്പോൾ അവരുടെ 1000 പേര് മരിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ 1000 ഭീകരരെ വധിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. നമ്മുടെ ആളുകൾ, നമ്മുടെ സൈനികർ മരിക്കാതെ നമ്മൾ ഇത് ചെയ്യണം എന്നുള്ളതാണ്, പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതേപോലെ ഈ പാകിസ്ഥാൻ ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ ലോകരാജ്യങ്ങൾ അവരെ എതിർക്കുകയും ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇനിയെങ്കിലും പാകിസ്ഥാൻ ഈ ടെററിസത്തിനെ അല്ലെങ്കിൽ ടെററിസ്റ്റുകളെ സംരക്ഷിക്കുന്ന നിലപാട് മാറ്റും എന്നുള്ള പ്രതീക്ഷയാണ്. എത്രത്തോളം സാധിക്കുമെന്നറിയില്ല. എന്തായാലും നമ്മളെ അടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക, അത് മാത്രമാണ് ഇനി ഉണ്ടാകേണ്ടതും. ഇനി ഇതേപോലെ തന്നെ ആകണം ഇനിയും അങ്ങോട്ട് ആകേണ്ടത്. ശരി രാഹുൽ. പ്രേമൻ ചേരുകയാണ്. പ്രേമൻ, എന്ത് തോന്നുന്നു? പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടു എന്ന അഭിപ്രായമാണോ ഉള്ളത്? തീർച്ചയായും പാകിസ്ഥാൻ അന്താരാഷ്ട്ര ഒറ്റപ്പെട്ടിരിക്കുകയാണ്. പുൽവാമ കൂട്ടക്കൊലയെ തുടർന്ന് രാജ്യം വിലപിക്കുകയും രോഷത്തിലുമായിരുന്നു. ഈ തിരിച്ചടി തീർച്ചയായും സാവധാനമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒറ്റപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ രാജ്യത്ത് ഭീകരവാദം വളർത്തുന്നത് പാകിസ്ഥാനാണെന്ന് ലോക രാജ്യങ്ങൾ ഓരോന്നും എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി മറ്റു പല രാജ്യങ്ങളിൽ പോലെ തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ അസ്തിത്വം തോണ്ടുന്നതിന് വേണ്ടിയാണ് പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭീകരവാദത്തിനെതിരായി ലോക രാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇന്ന് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉദാഹരണത്തിന് അമേരിക്ക പോലും പാകിസ്ഥാൻ ഭീകരരാജ്യമാണെന്നുള്ളതിന് കൊണ്ട് തന്നെ അവർക്കുള്ള സഹായങ്ങളടക്കം, സാമ്പത്തിക സഹായങ്ങളടക്കം നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നാം മറക്കരുത്. പിന്നെ വേറൊന്നെന്തെന്ന് പറഞ്ഞാൽ, പാകിസ്ഥാനിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം. ഭീകരവാദികൾ നുഴഞ്ഞു കയറുന്നതിന് സാഹചര്യം ഒരുക്കുന്നത് പാകിസ്ഥാനിലെ ജനങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ട് ആ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെ ശ്രമിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാൻ. പ്രതികരിച്ചതിന് ചോറ്റാനിക്കരയിൽ നിന്ന് വിജയൻ എന്ന പ്രശ്നം ചേരുന്നു. വിജയൻ, ലോകരാജ്യങ്ങളിൽ നിന്ന് അടക്കമുണ്ടാകുന്ന ഈ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഭീകരരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് പാകിസ്ഥാൻ മാറ്റാനുള്ള ഒരു സാധ്യത തോന്നുന്നുണ്ടോ? എന്താണ് അഭിപ്രായം? മാഡം, ആ രാജ്യം ഉണ്ടല്ലോ, പാകിസ്ഥാൻ എന്ന രാജ്യത്തെ നശിപ്പിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്ക് പുരോഗതി ഉണ്ടാകുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഭീകരവാദം ഉണ്ടാകുമ്പോൾ നമ്മുടെ സമ്പദ്ഘടന തന്നെ താഴെ പോവുകയാണ്. കാരണം പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ പറ്റുകയും ഇന്ത്യ രാജ്യത്തെ നശിപ്പിക്കുകയും കൂട്ടുനിൽക്കുന്ന ഭീകരവാദങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ട ഇന്ത്യയുടെ ഇന്ത്യക്കുണ്ട്. അത് ഏത് വിധത്തിലായാലും ശരി, ആ പാകിസ്ഥാനെ അടിച്ച് നശിപ്പിച്ച് കളയണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് മാത്രമേ ഒന്ന് കഴിഞ്ഞുള്ളൂ. ഇപ്പൊ രണ്ടാമത്തെ BJP സർക്കാരിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ശരി, നന്ദി വിജയൻ. ഇടുക്കിയിൽ നിന്ന് ബിജു എന്ന പ്രശ്നം ചേരുന്നു. ബിജു, എന്താണ് അഭിപ്രായം? അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു. ഇന്ത്യയെ നേരിടാനുള്ള ഒരു ശേഷി പാകിസ്ഥാനുണ്ടോ? എന്ത് തോന്നുന്നു? അല്ല, അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യമാണ്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന് അന്താരാഷ്ട്ര തലത്തില് നിരന്തരമായി ഒറ്റപ്പെടലുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയും അന്താരാഷ്ട്ര സമൂഹം തന്നെ ഇന്ത്യക്ക് പിന്തുണ തരികയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ അതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഇന്റലിജൻസ് വിഭാഗങ്ങളും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും എല്ലാം തന്നെ ഇതിനു മുമ്പും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സൈനികർക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടായതിൽ ഈ ഇന്റലിജൻസിന്റെ പ്രവർത്തനം കാര്യക്ഷമമായിരുന്നോ, സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സൈനികരെ വിമാനത്തിൽ കൊണ്ടുപോയി ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് CRPFന്റെ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ട് കേന്ദ്ര സർക്കാർ അത് നിരസിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഒരു ഇലക്ഷന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടാണോ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് എന്നെ പോലെയുള്ള ആളുകൾ ന്യായമായി സംശയിക്കുന്നുണ്ട്. ഭീകരവാദത്തെ അടിച്ചമർത്തേണ്ടത് തന്നെയാണ്. പാകിസ്ഥാനെതിരായിട്ട് നമ്മുടെ ശക്തമായ സൈനിക നടപടി സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഈ നമ്മുടെ രാജ്യത്ത് നിലനിൽപ്പുണ്ടാകത്തുള്ളൂ എന്നുള്ളത് ശരിയാണെന്നിരിക്കെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി രഹസ്യമായിട്ട് പാകിസ്ഥാനിൽ സന്ദർശനം നടത്തുന്നുണ്ട്.
നടത്തിയിട്ടുണ്ട്. അവിടുത്തെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ തലവനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി ഈ രഹസ്യമായിട്ടാണ് അവിടെ സന്ദർശനം നടത്തിയത്. ഇതെല്ലാം നമ്മൾ കാണേണ്ടതാണ്. സർക്കാർ ഈ കാര്യത്തിൽ ഭീകരവാദത്തെ അടിച്ചമർത്തുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായ പരാജയമാണ് ഉണ്ടായിരിക്കുന്നത്. ശരി, നന്ദി ബിജു. പ്രതികരിച്ചതിന് ഏറ്റുമാനൂരിൽ നിന്ന് രമേശ് എന്ന് പ്രേക്ഷിച്ചിരുന്നു. രമേശ്, എന്താണ് അഭിപ്രായം? ഈ ഭീകരവാദം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഉറച്ച നിലപാടാണ് ഭീകരവാദം. ഭീകരവാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ശരി, ഈ രീതിയിൽ പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതി തന്നെയല്ലേ ഉണ്ടാകുന്നതും? പാകിസ്ഥാൻ ഒഴിവാക്കാൻ ഇന്ത്യയെ നശിപ്പിക്കണമെന്ന് മാത്രം തീരുമാനിച്ചവര് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. തീരുമാനിച്ചു. ശരി, ചന്ദ്രബോസ് ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന്. ചന്ദ്രബോസ്, പറഞ്ഞോളൂ, എന്താണ് അഭിപ്രായം? മേഡം, നമ്മളിത് രാഷ്ട്രീയം കൂട്ടിക്കലത്തേണ്ട കാര്യമല്ല. നമ്മുടെ ഈ കാരണവരായ ഈ നമ്മുടെ നരേന്ദ്രമോദിജി രാപ്പകലില്ലാതെ ഈ അധ്വാനിച്ച് ഇവരെ ഈ നിലയ്ക്ക് നിർത്താനും നമ്മുടെ രാജ്യ പുരോഗതിക്കും വേണ്ടി പുള്ളിയുടെ അധ്വാനം നമ്മൾ മാനിക്കേണ്ടതാണ്. അതനുസരിച്ച് ഈ പാകിസ്ഥാനിട്ട് നമ്മൾ ഈ കൊടുത്തിട്ടുള്ളത് എന്നെ പോലുള്ള ഈ സാധാരണക്കാർക്ക്, സാധാരണ ദേശഭക്തർക്ക് സിരകളിൽ ഉന്മേഷം നിറയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ സൈനികർക്കും ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ഇതിൽ രാഷ്ട്രീയം ചേർക്കാതെ നമ്മുടെ രാജ്യസ്നേഹം മാത്രം നോക്കിക്കൊണ്ട് പാകിസ്ഥാനെ 4 തുണ്ടുകളായി വിഭജിച്ച് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇവരുടെ ആ തീവ്രവാദത്തെ നമുക്ക് ലോകരാജ്യങ്ങളിൽ നിന്നും തീവ്രവാദത്തെ മുക്തമാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മാത്രം തീവ്രവാദം നമുക്ക് മാത്രം ബാധകമെന്ന് നമ്മൾ നോക്കരുത്. ലോകരാജ്യങ്ങളെ രക്ഷിക്കാനും കൂടി വേണ്ടിയാണ് മോഡിജി രാപ്പകലില്ലാതെ ഈ കഷ്ടപ്പെട്ട് ഇതുപോലൊരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. കിളിമാനൂരിൽ നിന്ന് ബിജു എന്ന പ്രേക്ഷകൻ കൂടി. ബിജു, പറഞ്ഞോളൂ, എന്താണ് അഭിപ്രായം? ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിയാണോ? ഈ മുന്നറിയിപ്പുകളെല്ലാം കണക്കിലെടുത്ത് തീവ്രവാദികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് പാകിസ്ഥാൻ മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇന്ത്യ മൊത്തത്തിൽ തീവ്രവാദത്തിന്റെ ഒരു സങ്കേതമാക്കി മാറ്റാനുള്ളൊരു പരിവർത്തനമാണല്ലോ അവർ സ്വീകരിച്ചു കൊണ്ടുവരുന്നത്. ശരി, പറഞ്ഞോളൂ ബിജു, കേൾക്കാം. ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുകയാണ്. മണിമലയിൽ നിന്ന് അജീഷ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. അജീഷ്, എന്താണ് അഭിപ്രായം? പറഞ്ഞോളൂ. അതിപ്പം പാകിസ്ഥാനെ ലോകരാജ്യങ്ങൾ ഒറ്റപ്പെടുത്തുമെന്നല്ലേ ഇപ്പം ചോദ്യം? അതെ. അതിപ്പം ഇതിനു മുമ്പും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ഇന്ത്യ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് അവർക്ക് ആയുധങ്ങൾ വിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സൈനികരെ ഉപയോഗിച്ച് വേണം നമ്മൾ നേരിടാൻ. മറ്റുള്ള രാജ്യങ്ങൾ ഒറ്റപ്പെടുത്തുമെന്ന് നോക്കിയിട്ട് കാര്യമില്ല. അപ്പം നമ്മുടെ സൈനികരുടെ ജീവൻ കളയാതെ തന്നെ ഇതിനെതിരെ നമ്മുടെ സൈനികത്തെ ഉപയോഗിച്ച് ഇവരെ അടിച്ചമർത്തിയാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അല്ലാതെ മറ്റുള്ള രാജ്യങ്ങളുടെ കാര്യത്തിൽ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് എന്റെ അഭിപ്രായം. ശരി, വയനാട്ടിൽ നിന്ന് അഗസ്റ്റിൻ എന്ന പ്രേക്ഷകൻ കൂടി. അഗസ്റ്റിൻ, എന്താണ് അഭിപ്രായം? പറഞ്ഞോളൂ. മേഡം, എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇന്ത്യക്ക് തിരിച്ചടിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇന്ത്യക്കുണ്ട്. എന്തുകൊണ്ടാണ് ഇവരിത് തിരിച്ചടിക്കാതിരിക്കുന്നത്? താമരശ്ശേരിയിൽ നിന്ന് വിജേഷ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. വിജേഷ്, ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് പാകിസ്ഥാൻ അടങ്ങിയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോഴും അതിർത്തിയിൽ സംഘർഷാവസ്ഥ തന്നെയാണ്. ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് കരുതുന്നുണ്ടോ? പാകിസ്ഥാൻ അടങ്ങിയിരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. പക്ഷേങ്കിൽ ഇന്ത്യ അതിന് ഡബിൾ മടങ്ങ് തിരിച്ചടിക്കുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ശരി, ഈ ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് പാകിസ്ഥാൻ സമാധാനപരമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. പാകിസ്ഥാൻ ഇതിനു മുന്നേ എത്രയോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടും പാകിസ്ഥാൻ ഒരു കൂസലുമില്ലാതെ ഇങ്ങനെ ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണല്ലോ. ശരി, വിജേഷ് ആണ് താമരശ്ശേരിയിൽ നിന്ന് പ്രതികരിച്ചത്. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിയോടുകൂടി യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഫ്രാൻസും ഓസ്ട്രേലിയയും അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം അണിചേർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഭീകരതയ്ക്കെതിരായ ലോക രാജ്യങ്ങൾ ശക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ തന്നെ പാകിസ്ഥാനും നൽകിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടോ എന്ന ചോദ്യമാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഉയർത്തിയത്.